അപ്പൊ പെണ്ണുങ്ങളെ കിടപ്പറയിൽ തല്ലാൻ പറയുന്ന അള്ളാഹു പെണ്ണുങ്ങളെ കിടപ്പറയിൽ തല്ലാൻ പറയുന്നില്ല. അത് അരിജാലു കവ്വാമൂന അലൻ നിസാഇ ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദിൻ എന്ന് പറഞ്ഞ ആയത്തിന്റെ ബാക്കിയാണ് നമ്മൾ ഓതിയത്. അരിജാലു കവ്വാമൂന അലൻ നിസാഇ, വളർന്നു വരുന്ന വൈജ്ഞാനികമായി വളർന്നു വരുന്ന ചിന്തകളെയും ആളുകളെയും, അത് നമ്മൾ ഉള്ളിലെ ചിന്തയായിട്ടെടുത്താലും വ്യക്തികളായിട്ടെടുത്താലും അവർക്ക് മൂല്യവത്തായ ഒന്നിലേക്ക് നയിച്ചു കൊണ്ടുപോകേണ്ടത് ആ വൈജ്ഞാനികമായി ഉയർന്നു വന്ന ആളുകളാണ്. അല്ലാതെ ആണുങ്ങളാണ് പെണ്ണുങ്ങളെ ഭരിക്കേണ്ടവർ എന്നല്ല അർത്ഥത്തിനല്ല. അതെന്തുകൊണ്ടാണ്? ബിമാ ഫളലല്ലാഹു, വൈജ്ഞാനികമായ ശ്രേഷ്ഠത ഈ റസലിനാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ്. ഫളൽ എന്ന് പറഞ്ഞാൽ ഫളലുൽ ഇൽമി വൽ മഅരിഫത്തിയാണ്, അല്ലാതെ ഫളലുൽ മാലല്ല. വബിമാ അൻഫഖു, അവരാണ് ലോകത്തിന്റെ നന്മക്കും ലോകത്തിന്റെ പുരോഗതിക്കും തന്റെ അറിവുകൾ വിനിയോഗിക്കുന്നവരും അവരാണ്. അതുകൊണ്ട് ഫസ്സാലിഹാത്തു ഖാനിതാത്തുൻ ഹാഫിളാത്തുൻ എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇത് ഞാൻ മുമ്പും ചോദിച്ചതാണ്. ഈ സ്ത്രീയിൽ നിന്ന് നുഷൂസ്, വേലി ചാടുന്നത് ഭയപ്പെട്ടാൽ മാത്രമേ ശിക്ഷയുള്ളൂ? പുരുഷൻ വേലി ചാടിയാൽ എന്താ ശിക്ഷ ഖുർആനില്? അതുവരെ ഒരു കിതാബിലോട്ടില്ല. ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ആൾക്കാർ അതൊക്കെ ചോദിക്കും. വല്ലാത്തി നുഷൂസഹുന്ന എന്ന പെണ്ണിൽ നിന്ന് വല്ല സ്വഭാവ ദൂഷ്യവും അവര് വേലി ചാടി എന്ന വല്ലതും നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ വേണ്ട, അങ്ങനെ പോണ്ട എന്ന് പറഞ്ഞ് നീ അവരെ ഉപദേശിക്കണം. അത് ഈ സ്ത്രീക്ക് മാത്രം. അതാണ് ഇത് പുരുഷാധിപത്യത്തിന്റെ ഖുർആനാണ് എന്ന് പറയുന്നത് വെറുതെ ഒന്നല്ല. ഈ വ്യാഖ്യാനങ്ങൾ തന്നെയാണ്. സ്ത്രീകളെക്കാൾ കൂടുതൽ ആ രംഗത്ത് ഭയപ്പെടേണ്ടത് പുരുഷന്മാരെയാണ്. അങ്ങനെയെങ്കിൽ ആ പുരുഷന്മാർക്ക് എന്താ നിയമം? ഇവിടെ ഖുർആനില് ഒരായത്തെങ്കിലും വല്ലാത്തി എന്നുള്ളടത്ത് വല്ലദീന എന്ന് പറഞ്ഞിട്ട് വല്ലദീന യഖാഫിന നുഷൂസഹും നുഷൂസഹുന്ന എന്നുള്ളടത്ത് നുഷൂസഹും നാക്കുക. പുരുഷന്മാരിൽ നിന്ന് വല്ല നുഷൂസും ഭയപ്പെട്ടാൽ ഫഇളൂഹും, അവരെ നിങ്ങൾ ഉപദേശിക്കുക. വഹ്ജുറൂഹും ഫിൽ മളാജി, കിടപ്പറയിൽ അവരെ വെടിയുക. വളിരിബൂഹും, അവരെ 4 കൊടുക്കുക. ഇതെന്താ ആയത്തില്ലാത്തത്? അങ്ങനെ ഒരു ആയത്തുണ്ട് പറയാത്തത്? അങ്ങനെ പറയാനാണെങ്കിൽ അള്ളാഹു നീതിമാനാണെങ്കിൽ അതും പറയണല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് ഇവിടെ സ്ത്രീ പുരുഷ വ്യത്യാസങ്ങളെ കുറിച്ചല്ല പറയുന്നത്. അപ്പോ അത് നിങ്ങൾക്ക് മനസ്സിലായോ? യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തും. യാഥാർത്ഥ്യം ഇതല്ല. ഒരു സെക്കൻഡ് മതി എന്നാ ചിലവരൊക്കെ പറയണത്. ചില ആത്മഹത്യ എന്നൊക്കെ തിരിയാം അല്ലെ? ഒരു സെക്കൻഡ് കൊണ്ട് ചിലപ്പോ എന്തെങ്കിലും ഒരു ഉപദേശം ആ സമയത്ത് കിട്ടിയാൽ അവൻ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടും. അതാണ് അവന് യാഥാർത്ഥ്യ ബോധം ഉണ്ടാക്കുക. നീ വിചാരിക്കുന്ന പോലെ സ്വപ്ന ലോകത്ത് അല്ല. യാഥാർത്ഥ്യ ബോധ വക്കായ എന്നാണ് അതിനെ എഴുതിയിരിക്കുന്നത് പരിഭാഷ ഇസ്ലാമില്. യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് അവനെ അതിൽ മുഴുക്കുക, അതിൽ ആഴത്തിൽ അവനെ അതിനെ കുറിച്ച് തെര്യപ്പെടുത്തുക, ബോധ്യപ്പെടുത്തുക. വഹ്ജുറൂഹുന്ന ഫിൽ മളാജി, അവന് ഗ്രഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളിൽ നിന്ന് അവനെ മാറ്റി നിർത്തുക. ആ മനസ്സ് മാറ്റി നിർത്തുക. പിന്നെന്താണ്? വളിരിബൂഹുന്ന, ലോകത്തൊരു ഒരു മാതൃകാ യോഗ്യമായ ഒരു സംഗതിയിലേക്ക്, ലോകത്തിന് ഒരു മാതൃക പറയാൻ പറ്റുന്ന ഒരു ഗുണത്തിലേക്ക്, സ്വഭാവത്തിലേക്ക്, നന്മകളിലേക്ക് അവന്റെ ചിന്തയെയും മനസ്സിനെയും തിരിച്ചുവിടുക. അതാണ് വളിരിബൂഹുന്ന. തല്ലാന്നല്ല.